അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെൻ്റ് കയ്യിലുണ്ടാകണമെന്ന്. ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത്. എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യുമെൻറ്റും കൊണ്ടല്ലേ വരണത്. എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുമേലുള്ള തടസ്സങ്ങളില്ലേ, അത് കൈമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം, നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം. വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ്, അതിന്മേലെല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസിമാരെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ
കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ, എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ, ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ. വിശ്വാസമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ഈശോ, അവരെ അങ്ങ് സന്ദർശിക്കണേ, അടയാളം നൽകണേ കർത്താവേ. Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to Samla Holy Priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ്. റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്, 1.6 കിലോമീറ്റേഴ്സ്. അവിടെ സാൻ ജിയോവാനി ബാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസിലിക്കയുണ്ട്. അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത്. ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ 6 ദിവസം, അപ്പോൾ അതിന് ആൾ കുറവായിരുന്നു. റോമിൽ 1 ഡേ റിട്രീറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ 1000-ലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ്. ഞാനെല്ലാവരെയും കണ്ട്, ശരിക്കും ഈ 1000 പേരെയും കണ്ടിട്ടാണ് പോകുന്നത്, കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ധ്യാനം നടത്തി. അതെല്ലാം മാതാവ് കറക്റ്റ്, ഈ മാതാവ് കൃപാശ്രമം അമ്മ ടൈമിൻ്റെ ആളല്ല, സമയത്തിൻ്റെ കൃത്യം 5:30 ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്നതിന് എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ്. റോമിൽ 2 സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട്, 10 100 അംഗങ്ങളുള്ള. അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മുടെ കൃപാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് അച്ഛൻ ക്ലിൻ്റൺ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾ സണ്ണി അച്ഛനുണ്ട്. പോൾ സണ്ണനാണ് ഇതിൻ്റെ ഓർഗനൈസറായിരുന്നു. അവരെല്ലാം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പള്ളിയുടെ വികാരി പോൾ സണ്ണി അച്ഛനാണ്. ചെറിയച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കരച്ചൻ. ഇപ്പോൾ ഇവർ എല്ലാവരും ഈ ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ, ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെനുവിനിറ്റിയാണ് ഫസ്റ്റ്. ജെനുവിനിറ്റിക്ക് പല മലയാളമുണ്ട്. കലർപ്പില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ. അത് തന്നെ സാധനം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞു, ദിസ് ഈസ് എ ജെനുവിൻ ഇസ്രായേൽസ്, ഇൻ ഹിം ദെയർ ഈസ് നോ ഹിപ്പോക്രസി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിറ്റി എന്ന് പറയുന്നത്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ്. ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ ശരിക്കും പറഞ്ഞാൽ? കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? അവൻ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് ആദ്യം പറഞ്ഞതല്ല, അവൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മർക്കോസ് 1:15
അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷം, ഇതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പ്രയോറിറ്റി. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ്? അനുതാപമാണ്. ഉടമ്പടിയുടെയും പ്രയോറിറ്റി എന്താ? അനുതാപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ്? അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ 1:15 പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുതപിക്കുക, എന്തെല്ലാം കാര്യത്തിൽ അനുതപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുതപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീട് അവൻ വരണത്. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയായിട്ട്, ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ്. രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലെസ്ഡ് വെർജിൻ മേരി, മദറാണ്, അമ്മയാണ്. മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാഥാനിയേൽ. നാഥാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും. എന്താണ്? നാഥാനിയേൽ, ഇതാ ഹിയർ കംസ് എ ജെന്യുവിൻ ഇസ്രായേൽസ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. എന്താണ്? ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്, ഇവന് കാപട്യം ഇല്ല. അപ്പം ആധ്യാത്മിക മർമ്മം എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപട്യങ്ങളെ, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് നമ്മളുടെ കാപട്യങ്ങൾ, അതായത് ദൈവ തിരുസന്നിധി. ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻറ്റനച്ചോട് പറഞ്ഞേ, എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം, നമ്മൾ ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ, അത് ഞങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരണത്. ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. God himself may create problem to engrace us. അത് നമ്മൾ ഞാൻ ഒത്തിരി പേര് കാണുന്നത്, എന്നിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത്. പ്രോബ്ലം തന്നിട്ട് നമുക്ക് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കാണുന്നതല്ല, ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ എന്ന് നോക്കും. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആരാണത്? അത് ഒരു വ്യക്തി, അവരുടെ പേര് ഗംഗ എന്നാണ്. അപ്പോൾ ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നാഗവല്ലി. അപ്പോൾ അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ട് അവിടുത്തെ മനഃശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ? ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ ഭ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട്. അല്ല, അത് നമ്മൾ ഇതിൻ്റെ അത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും. അപ്പോൾ ഈ നകുലം പറയും, നീ പോകണ്ട എന്ന്. ഗംഗ പോകണ്ട എന്ന് പറയും. പിന്നെ പോകാൻ നേരെ ആകുമ്പോൾ പിന്നീട് ചോദിക്കും, അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെ? ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ പോകണ്ടേ? എന്നെ വിടമാട്ടെ? ഇല്ല, ഗംഗ പോകണ്ട.
വിട്ടമാട്ടെ എന്ന് അപ്പോൾ ഇവരുടെ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്ലി പുറത്ത് വരും. അപ്പോൾ എന്നിട്ട് ഈ നാഗവല്ലി അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് ഈ നെയ്യാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ലെന്ന് പറയും. ആരാണ്? നാദാനിയിൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല, ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന്. അസ്പേർ മർമ്മം അതാ. പക്ഷേ എന്നിട്ട് പറയും വേറൊരാളുണ്ടായിരുന്നു, അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളിൽ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്. യാക്കോബ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത്. യാക്കോബ് അയാൾക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും. ഈ 2 പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർദ് തൊട്ട് ഹുറോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണാലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം അതിനെ അഡ്രസ്സ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു അതർ മാനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പോസ്തലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ, അപ്പോസ്തലന്മാരിലും ഉണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യണത് അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക, അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികയിലില്ല. യു ക്യാൻ ഡു ഇറ്റ്, വി കനോട്ട് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം. കാര്യം എന്താണ്? ആത്മീയ അന്വേഷണം വീണ്ടും തുടരണം. എൻ്റെ പേര് സെലിൻ PS. ഞാൻ പരുമല സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയ ഇടവകയിൽ നിന്നും വരുന്നു. 2019 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 3-4 പ്രാവശ്യം സാക്ഷ്യം പറയണമെന്ന് കരുതി. പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല. ഇവിടെ എഴുതി കൊടുക്കും, അത് ശരിക്കുള്ള ഒരു സാക്ഷ്യമല്ല എന്ന് പറഞ്ഞ് എന്നെ പറയാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കിണറ്റിൽ വേനൽക്കാലം വന്നാൽ വെള്ളം ഒട്ടും കാണത്തില്ല. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു വെള്ളത്തിന് വേണ്ടി. അവിടെ കുറച്ച് ദൂരം കുറച്ച് അകലെ പോയാണ് വെള്ളമൊക്കെ എടുക്കാറുള്ളത് വേനൽക്കാലത്ത്. ഇപ്പോൾ ഇവിടെ നിന്നും പിന്നെ ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും ഉടമ്പടി നേർച്ചയായ ഉപ്പും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിണറ്റിലിട്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് 5 വർഷമായി വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി. പിന്നീട് എൻ്റെ മകള് BSc എക്സാം എഴുതാൻ നേരത്ത് ഉടമ്പടി കാശ് രൂപമല്ല, വേറെ ഇവിടെ സ്റ്റോളിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയ ഒരു കാശ് രൂപം എടുത്തിട്ട് മകളുടെ കയ്യിൽ കൊടുത്ത് അത് വെച്ചിട്ട് അവൾ പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ എക്സാം എഴുതി നല്ല മാർക്കോട് കൂടി പാസ്സായി. അതുപോലെ തന്നെ ഞാനിപ്പം ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടാണ്. പിന്നെ പ്രോമെട്രി എക്സാം എഴുതാനായിട്ട് അവൾക്ക് ഒമാനിലേക്ക് ജോലി കിട്ടി. പ്രോമെട്രി പരീക്ഷ എഴുതാൻ നേരത്തും ഇതുപോലെ അവളുടെ കയ്യിൽ ആ കാശ് രൂപം വെച്ചിട്ടാണ് അവൾ പ്രാർത്ഥിക്കാറുള്ളത്. അതിലും അവൾ നല്ല മാർക്കോട് കൂടെ വിജയിച്ച് അവൾ ഒമാനിലെ ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്ന് ഇപ്പോൾ 7 വർഷമായിട്ട് പിന്നെ കല്യാണം നടക്കാതെ 30 വയസ്സായി. എന്നിട്ട് 7 വർഷമായിട്ട് കല്യാണം നടക്കാതെ ഇരുന്നു. ഇപ്പോൾ 1 വർഷമായി എൻ്റെ മകളുടെ വിവാഹവും അമ്മ മാതാവും നടത്തി തന്നു. നല്ല രീതിയിൽ നടത്തി തന്നു. ഒരു കുറവും ഇല്ലാതെ അവൾക്കത് നടത്തി തന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ച ദിവ്യനാഥന് എൻ്റെ മകളുടെ കല്യാണം ഒരു കുറവും ഇല്ലാതെ കണ്ട് 30 വയസ്സ് വരെ അവൾ കാത്തിരുന്നു. 30 വയസ്സായെങ്കിലും ഇപ്പോൾ അവൾക്ക് വിവാഹം നടന്നു. 1 വർഷമായി. പിന്നെ അതിനുശേഷം എനിക്ക് അടിവയറ്റിൽ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന വന്നു. അപ്പോഴൊക്കെ ഞാൻ
പിന്നെ തീരെ വയ്യാതെ വന്നപ്പോഴാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയി അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തു. അപ്പം അടിവയറ്റിൽ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറഞ്ഞു, വീക്കമുണ്ട്, നീരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറി വേണമെന്നും പറഞ്ഞ് പിന്നീട് പറഞ്ഞ് CT സ്കാൻ ചെയ്യുക, CT സ്കാൻ ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കട്ടെന്ന് പറഞ്ഞ്. അപ്പം ഇത് ഉടനെ എനിക്ക് CT സ്കാൻ ചെയ്യാൻ പറ്റിയില്ല, കുറേ നാൾ നീണ്ടുപോയി. അത് കഴിഞ്ഞ് എനിക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാനത് ഉടനെ ചെയ്തില്ല. 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ CT സ്കാൻ ചെയ്തത്. ആ 1 മാസക്കാലവും ഞാൻ വയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞും കുരിശ് വരയ്ക്കും. അടിവയറ്റിൽ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിലാപങ്ങൾ 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായിട്ട് വായിക്കാറുണ്ടായിരുന്നു. 3 പ്രാവശ്യം ഞാനത് വായിക്കും. എൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, എൻ്റെ വിശ്വസ്തത ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇത് 3 പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. അതിനുശേഷം ഞാൻ ഈ വയറ്റിലെ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും CT സ്കാൻ ചെയ്തപ്പോൾ ആ അപ്പൻഡിറ്റിക്സിൻ്റെ യാതൊരു ഇതും കാണുന്നില്ല, അവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യണ്ട, അവിടെ ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ സ്കാനിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് യാതൊരു ഇതിൻ്റേതായിട്ടുള്ള ഒന്നും കാണുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ദേഹം മൊത്തം വല്ലാതെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. ചൊറിഞ്ഞിട്ട് കൈയെല്ലാം എന്താ കറുത്ത പാടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഇരുന്ന്. അപ്പം മോടെ പപ്പായും എല്ലാം എന്നെ വഴക്ക് പറഞ്ഞ്, നീ ഇങ്ങനെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ടിരിക്കണ്ട, നീ ഹോസ്പിറ്റലിൽ പോയി, ഇങ്ങനെ ചൊറിഞ്ഞ് നീ വളരെ ബുദ്ധിമുട്ട്. ചൊറിഞ്ഞങ്ങ് തടിച്ചിട്ട് ചുമന്ന പാടുകളും ഇപ്പോൾ ദാണ്ട് അത് കരിനീലിച്ച പാട് പോലായിരുന്നു. കൈ മൊത്തം ഉണ്ടായിരുന്നു, ദേഹം മൊത്തം ചൊറിച്ചില്ലായിരുന്നു. അവസാനം ഞാനൊരു ഡോക്ടറെ പോയി കണ്ട് മരുന്ന് അതെല്ലാം പുരട്ടിയിട്ട് ഒരു കുറവും തോന്നുന്നില്ല. വീണ്ടും ഒരാഴ്ച ചിലപ്പോൾ സുഖപ്പെടും, വീണ്ടും ഇത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഡോക്ടറെ കണ്ട്, ആ ഡോക്ടറും ഇതുപോലെ ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നുകളായി എഴുതി തരുന്നതല്ല, ഗുളികയും ദേഹത്ത് പുരട്ടാനുള്ള മരുന്നുകളും എല്ലാം തന്ന് ലാസ്റ്റിൽ എന്നിട്ടും കുറവില്ല. ഒരു 2-3 ദിവസം അല്ലെ ഒരാഴ്ച എനിക്ക് ആ ചൊറിച്ചിലില്ലാതിരിക്കും. ഇതെന്താണെന്ന് അവരും കണ്ടുപിടിക്കുന്നില്ല, ഡോക്ടർമാർക്കും അറിയുന്നില്ല ഇതെന്തുവാ, എന്തിൽ നിന്ന് വന്നതാ. എന്നോട് എന്തോ ഫംഗസ് മൂലം വന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് മാറുന്നില്ല, ചൊറിച്ചിൽ മാറുന്നില്ല. ലാസ്റ്റിൽ ഞാൻ 3ാമത് വേറെ ഒരു ഡോക്ടർ, ബീന സണ്ണി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായിട്ട് നമ്പരെല്ലാം വാങ്ങിച്ച് മോള് തന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എവിടെയും പോകുന്നില്ല, ഉടമ്പടി തൈലം മാത്രം മതി, എനിക്ക് എൻ്റെ അമ്മ മാതാവാണ് എനിക്കിനി ഇത് മാറ്റി തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് തൈലം മൊത്തം ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും. ഇപ്പം എനിക്ക് ചൊറിച്ചിലില്ല, എൻ്റെ കയ്യിലെ പാടെല്ലാം മാറിയിട്ടുണ്ട്. കറുത്ത പാടുകളായിരുന്നു, കരിനീലിച്ച് 2 കൈയും കാണിക്കാൻ മനുഷ്യൻ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഉടമ്പടി തൈലം തൂത്ത് അതും ശരിയായി. പിന്നെ നേരത്തെ എനിക്ക് സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരാഞ്ഞ കാരണം അത് പറയാൻ പറ്റിയില്ല. എൻ്റെ യൂട്രസിനകത്ത് പിന്നെ ഫൈബ്രോയിഡ്, അതും ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പം ഫൈബ്രോയിഡ് ഉണ്ട്, മുഴയുണ്ടെന്നാണ് പറഞ്ഞ്. 20 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇത് എത്രയും വേഗം യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞ്. ഇപ്പം ഞാൻ ഇതുപോലെ കായംകുളത്തുള്ള ഹോസ്പിറ്റലിൽ, ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് 20 സെൻറ്റിമീറ്റർ പോയിട്ട് 20 മില്ലിമീറ്റർ പോലും വലിപ്പമില്ല, ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, യൂട്രസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതും ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചും ഒക്കെ ആയിരുന്നു, TV-യിലെ ധ്യാനം കാണുകയും
യൂട്യൂബിൽ ജോസഫച്ചൻ്റെ ധ്യാന ആരാധനയിൽ പങ്കെടുക്കുകയും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുകയും പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് അവിടെയും പോയപ്പോൾ 20 മില്ലിമീറ്റർ പോലും വലിപ്പമില്ല, ഇത് നിങ്ങൾ യൂട്രസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ചെന്നൈയിലുള്ള എൻ്റെ ബന്ധുവാണ്, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ്, തീരെ കിടപ്പാണ് പുള്ളിക്കാരി. അവരെ പോയി സന്ദർശിക്കുകയും ഇവിടെ നിന്ന് തമിഴ് പത്രം വാങ്ങിക്കിട്ട് പോയി അവിടെ എല്ലാം കൊടുക്കുകയും ആൾക്കൂട്ടത്തിൽ കൊടുക്കുകയും അവിടുത്തെ പള്ളികളിൽ പോവുകയും അവിടെ പോയി പത്രം വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും വിധവകളായ സ്ത്രീകൾ, എൻ്റെ ഒരു സഹോദരി തന്നുണ്ട്, അവർക്ക് ആരുമില്ല, അവരെ സഹായിക്കാനൊന്നും ആരുമില്ലാത്ത കാരണം അവർക്ക് ഞങ്ങൾ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃദ്ധസദനത്തിലും ശാന്തി തീരത്തും ഇവിടെ എല്ലാം പോയി ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണത്തിൻ്റെ തുക കൊടുക്കുകയും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കുകയും പത്രം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. കുർബാനയും കുമ്പസാരവും ബൈബിൾ വായനയെല്ലാം ശരിയായ രീതിയിൽ തന്നെ പോകുന്നു. ഞായറാഴ്ച മാത്രമേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുകയുള്ളൂ. ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. പള്ളി ദൂരമാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമാണ്. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രമേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലേ എനിക്ക് കുമ്പസാരിക്കാനും പറ്റുന്നുള്ളൂ. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് ചെയ്ത ഈ നന്മകൾക്ക് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട്. 1000 നന്ദി. എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രകാശ്. ഞങ്ങൾ മംഗലാപുരത്തിനടുത്ത് നാരാവി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ആൻ്റണി ചർച്ച് നാരാവി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2024 ഡിസംബർ 27 വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഞാൻ ഒരിക്കൽ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ചെറിയൊരു ടോക്ക് കണ്ടു. അതിനു മുമ്പാണെങ്കിൽ ഞാനിത് കാണാറുണ്ടെങ്കിലും ഒരിക്കലും എനിക്കിവിടെ എത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത് വളരെ വലിയ ദൂരമാണ്. പക്ഷേ എനിക്ക് തന്നെ, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ ഇവിടെ വന്നെത്താൻ പറ്റുമോ, സ്ഥലം അറിയില്ല. അതുകൊണ്ട് എനിക്കിവിടെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെയും പുറകോട്ട് നിന്നു. ഒരിക്കൽ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ഒരു ചെറിയ ടോക്ക് പെട്ടെന്ന് കയറി വന്നു. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നവുമായിട്ട് ഒരപ്പച്ചൻ വന്നു. അച്ഛൻ ആ പത്രിക എടുത്തുകൊണ്ടുപോയി അമ്മയുടെ അടുത്തുകൊണ്ടുപോയി പറഞ്ഞു, അമ്മയുടെ മണ്ണിൽ കാൽ ചവിട്ടിയിരിക്കുന്നു, അമ്മ ഈ കാര്യം അവർക്ക് സാധിച്ചു കൊടുക്കണമെന്ന്. ഞാൻ വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. 13 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലം ചുമ്മാതെ കിടക്കുവാണ്. അത് വിൽക്കാനും പറ്റത്തില്ല, കൃഷി ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീട്ടുകാർ ഞങ്ങൾക്ക് വഴി തരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരോട് വഴക്കുണ്ടാക്കാനോ ബഹളത്തിനോ ഒന്നും പോകില്ല. പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ അഭയം. അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ കൃപാസനത്തിൽ എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ ടോക്ക് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണം തോന്നി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ 2 പേരെയും വിളിച്ചു പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം. അവർക്ക് അന്നേരം വരാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കും സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നേ പറ്റൂ എന്നെൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൂത്ത കൊച്ചിനെയും കൂട്ടി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിലും എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ആദ്യം എനിക്കിവിടെ വന്ന് കുറേ സമയം ഇവിടെ ഇരുന്ന് ഞാൻ അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് പ്രാർത്ഥനയൊന്നും വരുന്നില്ല, കരച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. കുറേ സമയം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പം അമ്മ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്കൊരു ശക്തി കിട്ടിയ പോലെ എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് ഉടമ്പടി മേലെ പോയി ക്ലാസ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ശാന്തത കിട്ടി. മനസ്സ് ഒരുമാതിരി എനിക്ക് സമാധാനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പാകപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇവിടെ വന്നിട്ട് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ അച്ഛനെ കാണണം എന്നൊരു ചിന്ത. അച്ഛനെ കാണണം, ആദ്യമായിട്ട് വരുന്ന ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞു, ആദ്യം അമ്മയോട് പറ, അമ്മ കാര്യം നടത്തി തരട്ടെ. പെട്ടെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നു, ഞാൻ എന്ത് പണിയാണ് കാണിച്ച്, ഞാൻ അച്ഛനെ കാണാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ അമ്മയോട് പറയുന്നതിന് പകരം ഞാൻ അച്ഛനെ കാണണമെന്നൊരു ചിന്തയിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ 3 മാസം ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കി പോയി. ഞാൻ ഉടമ്പടിയിൽ ആശ്രയിച്ചു. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ 15 ദിവസം മുൻപ് തന്നെ ഞാൻ ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങി. ഞാൻ രാവിലെ 5:15 എഴുന്നേക്കും.
ഞാൻ 5:30 കറക്റ്റ് ആ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ട് ഞാൻ അതിന് 6 മാസം മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാതെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. പക്ഷേ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് 15 ദിവസം മുമ്പ് ഞാൻ കറക്റ്റായിട്ട് 5:30 എഴുന്നേറ്റ് ആ പ്രാർത്ഥന ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി. എനിക്കറിയാം അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ വഴി തരാത്ത അവരുടെ വീട്ടിൽ പോകുവാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ബൈബിൾ ഭാഗം തുറന്നു പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. അതിൻ്റെ അകത്ത് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് യോസേപ്പ് പിതാവിനോട് കൂടെ പോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെ അമ്മയുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു. ഞാൻ ഈ വിശുദ്ധ തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ പൂശി വിശുദ്ധ ഉപ്പ് എൻ്റെ കൈകളിലെടുത്തു. ഉടമ്പടിക്കൊന്ത എൻ്റെ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കൈകളിൽ ഞാൻ മുറുക്കെ പിടിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഒരിക്കലും ഞങ്ങൾക്ക് ആ വഴി തരില്ല, ഞങ്ങളെ ആ സ്ഥലം വിൽക്കാൻ അനുവദിക്കുന്ന മനുഷ്യരല്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്ത് വിശുദ്ധ ഉപ്പ് എൻ്റെ കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അവരോട് സംസാരിക്കുന്നതിന് മുമ്പ്, അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ വാതിൽക്കൽ ഞാൻ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കയറി ചെന്നു. അവരോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ പ്രശ്നങ്ങളുണ്ടല്ലോ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുക, ഞങ്ങൾക്കിത് വിൽക്കുക അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം ഒന്നെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു പറ്റത്തില്ല, ഈ ഒരു ചെറിയ വില തന്നാൽ ഞങ്ങൾക്കിങ്ങ് തരാമെന്ന് പറഞ്ഞു. അത് അത്രയും വിലയൊന്നുമല്ല, ഒരു വഴിയുണ്ടെങ്കിൽ നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളും പാവങ്ങളാണ്, ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ താമസിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കില്ലെന്ന്. അമ്മയുടെ ഒരു രൂപം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഉടമ്പടിയുടെ കാശുരൂപം മുറുക്കെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിത് നടക്കില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ കണ്ണുകളിൽ കൂടെ വെള്ളം വന്നു. അപ്പോഴത്തേക്കും അവർ ഓടി വന്നിട്ട് എന്തു പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ എടുത്തോളാം സ്ഥലം. എനിക്ക് അറിയത്തില്ല ആ ശക്തി എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്യുവാണ്. കാരണം അമ്മ ഇല്ലെങ്കിൽ ഒരിക്കലും അവർ സമ്മതിക്കുന്ന ഒരു മനുഷ്യരല്ല. അവരൊരിക്കലും ഒരു കാര്യത്തിലും മറ്റുള്ളവരോട് സമ്മതിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു. എടുത്തോളാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് സന്തോഷത്തോടെ പോയി. കുറച്ച് നാൾ കഴിഞ്ഞു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാക്കിയോളാൻ പറഞ്ഞു. ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയായി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയാണ്, ഞങ്ങൾ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് കൂടെ ഞങ്ങൾ വലിയ റോഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും അവരോട് തടസ്സവും പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളുടെ വീടിൻ്റെ താഴെ കൂടെയുള്ള വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളോട് പിന്നെ പോകണ്ടെന്ന് പറഞ്ഞെങ്കിലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന മൂത്ത ചേട്ടനാണ്. ആ ചേട്ടൻ ഒരു വാക്ക് പറയണം, ഞങ്ങൾക്ക് വഴിക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ആ വ്യക്തി കുമ്പസാരിക്കത്തില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല, പള്ളിയിൽ പോകത്തില്ല. അപ്പോൾ ഞാൻ ആ വാക്ക് കേട്ട ഉടനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി, അവരെയും കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ അത് അവിടുന്ന് മുടങ്ങിപ്പോയി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവികമായ സാന്നിധ്യമില്ലാത്ത ഒരു ഭവനം, ദൈവികമായ പ്രാർത്ഥനകളോ വിശുദ്ധ കുമ്പസാരമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോട് ഒരിക്കലും ഞാൻ പോയി ചോദിക്കരുതായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാര്യം ഞാൻ അമ്മയോട് മാത്രം പ്രാർത്ഥിക്കണമായിരുന്നു. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്, നമ്മുടെ കഴിവ് പൂർണ്ണമായിട്ടും ഇല്ലെന്നാകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക എന്നെപ്പോഴും അച്ഛൻ പറയും. അപ്പം ഞാനിത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദത്തിലായി. നടക്കുമെന്നൊരു കാര്യം, ഇപ്പം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യം അതുപോലെ മുടങ്ങിപ്പോയി. ഞാൻ അമ്മയോട് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് അത് ഇത്രയും സമയം നടന്നത് പെട്ടെന്ന് മുടങ്ങിപ്പോയി, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് കുറേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു, കൊന്ത ചൊല്ലി. പിന്നീടാണ് എനിക്ക് അമ്മ എന്നോട് പറഞ്ഞത്, നീ എന്നെ ഏൽപ്പിച്ച കാര്യം നീ എന്തിനാണ് അവരുടെ അനുവാദത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ പോയേ? ഞാൻ ഒരിക്കലും പോകരുതായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്തു പോയി. ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടുന്ന്, അമ്മേ ഇനി ഞാൻ വരുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് 3 months കഴിഞ്ഞ് ഇതിന് ഒരു അനക്കം ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 3 months ഇവിടെ ആദ്യത്തെ പ്രാവശ്യം റിന്യൂവലിന് വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കാണാൻ എനിക്ക് പറ്റി. അച്ഛനോട് പറയാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം വെഞ്ചിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് ആ സ്ഥലത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയി കുഴിച്ചിടുക. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. സ്ഥലത്തിൻ്റെ 4 മൂലയ്ക്കും വിശുദ്ധ ഉബ്ബ് ഞാൻ വിതറി. അമ്മേലെ വിശുദ്ധ തൈലം നെറ്റിയെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ വന്നത്.
അമ്മേലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ റിന്യൂവൽ ചെയ്യാൻ ഞാൻ മേലെ കയറി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറയുക, നിങ്ങൾ 2-3 പ്രാവശ്യം റിന്യൂവൽ ചെയ്തിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഒരു അനക്കോ ഇല്ലെങ്കിൽ പട്ടിക്കാട്ടത്തിൻ്റെ വിലയാ അമ്മ നിങ്ങൾക്ക് തരുന്നതെന്ന്. അത് കേട്ടതും എൻ്റെ ചങ്കിക്കൂടെ ഒരു കത്തി കുത്തി ഇറങ്ങുന്ന ഒരവസ്ഥയായിപ്പോയി. മാതാവേ, എനിക്ക് അത്ര പോലും ഒരു വിലയില്ലേ? ഞാൻ അമ്മയെ എപ്പോഴും അമ്മയെ മാത്രം ഓർത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അത്രമാത്രം ഒരു വില പോലും ഇല്ല അമ്മേ. എൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി, എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നതിലുപരി എനിക്ക് അമ്മയുടെ സാന്നിധ്യമായി അന്നേരം ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ അവിടുന്ന് ആ ഒരു മനസ്സിലും എനിക്ക് അവിടുന്ന് കരയണം തോന്നി. പക്ഷേ ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ കരഞ്ഞില്ല. ചങ്കിലെല്ലാം കടിച്ചമർത്തി ഞാൻ അവിടുന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഒരു സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ച് ഞാൻ, നിങ്ങൾക്ക് സ്മെല്ല് വരുന്നുണ്ട്? അവർക്കാർക്കും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെയുണ്ട്, നീ വിഷമിക്കണ്ട എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ ആ മൂലയ്ക്ക് ഒരു കസേരയിൽ വന്നിരുന്ന് ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുവാണ്. അമ്മേനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അമ്മ എനിക്കൊരു 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അടുത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എന്നോട് പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മേ ഇനി ഞാൻ വരുമ്പോൾ, ഞാൻ അവിടുന്ന് റിന്യൂവൽ ചെയ്യാൻ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ. ഞാൻ ഇവിടെ വരുമ്പം എന്നോട് ഞങ്ങൾക്ക് വഴി തരാത്ത വീട്ടുകാർ എന്നെ വിളിച്ച് അവർ തന്നെ ആ സ്ഥലം എടുത്തോളാം എന്ന് പറയണമെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് 11 ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മിസ് കോൾ കിടക്കുന്നു. ആ മിസ് കോൾ ഞാൻ അങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറാണ്, ആരുടെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല. പക്ഷേ വിളിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം, നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, എനിക്ക് തന്നാൽ മതി, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൃപാസനത്തിലാണ്, പ്രാർത്ഥിക്കാൻ വന്നതാണ്. നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴേ എന്നോട് വിളിക്കുക, എന്നിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, നിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെട്ട് കഴിഞ്ഞു, ഇനി നിനക്ക് എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്കിത് നടന്നില്ലെങ്കിൽ അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. കാര്യങ്ങൾ നടക്കുന്നതിലുപരി ദൈവിക സാന്നിധ്യം, പരിശുദ്ധ അമ്മ ഈശോയും കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യം നമുക്ക് നേടാൻ കഴിയും. എനിക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന വചനം, ഞാനതെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. അമ്മ എൻ്റെ കാര്യത്തിൽ മുമ്പേ പോയി എൻ്റെ വിഷയത്തിൽ ഇടപെട്ട് അമ്മ അത് എല്ലാം ശരിയാക്കി തന്നു. ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ അവർ വന്നു, നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം. അപ്പം ഈ 11 എന്ന് പറഞ്ഞ ഡേറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ സ്ഥലം പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നു. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8-ാം തീയതി നിശ്ചയിക്കുന്നു. 8-ാം തീയതി രജിസ്ട്രേഷൻ വെച്ചു. അവർ 2-3 ദിവസം മുമ്പേ വിളിച്ചു പറയുന്നു, 8-ാം തീയതി നടക്കില്ല, 11-ാം തീയതിയാണ്. അപ്പോഴാണ് എനിക്കൊരു ഷോക്ക് അടിച്ച പോലെ എൻ്റെ ശരീരത്തിൽ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാവുന്നവരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മയാണ് എനിക്കിത് നടത്തി തരുന്നത് എന്ന് 100% നൽകുന്ന സാക്ഷ്യമാണിത്. അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ഈ വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിൻ്റെ തിരുസന്നിധിയിൽ വന്നേക്കാമെന്ന്. അതിനുശേഷം 2-ാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടുന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഞാൻ പോകുമ്പോൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ എന്തോ ഒരു വെളുത്ത് വരുന്ന ഒരു പാണ്ട് പോലെ ഈ വലത്ത് കയ്യിൽ ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ കൃപാസനത്തിൽ വന്നതാണ്, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ല, എനിക്കിത് അമ്മ മാറ്റിത്തരണം, ഇത് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അടയാളമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. അമ്മ എനിക്കിത് മാറ്റിത്തരണം. ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ആ പാണ്ടിൽ ഇങ്ങനെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉപ്പെടുത്ത് ഞാൻ വെള്ളത്തിലലിച്ച് കുടിക്കുമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നോട് എൻ്റെ മക്കൾ പറഞ്ഞു, മമ്മി ഹോസ്പിറ്റലിൽ പോ, കാരണം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് ശരീരത്തിൽ മൊത്തം വല്ലതും വന്നാലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൃപാസനത്തിൽ പോയതാ, എനിക്കിത് അമ്മ മാറ്റിത്തരണം, ഇതെനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യമാണ്. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് മനസ്സിലായില്ല ഇത് പോയത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈകളിലെ പാടുകളൊന്നുമില്ല, എൻ്റെ കൈ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു, ഒരു പാണ്ട് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്
നിത്യരക്ഷയ്ക്കുള്ള ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ഉടമ്പടി എടുത്തത് കൊണ്ട് കാര്യമില്ല, അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% നമ്മൾ ചെയ്താൽ അമ്മയും ഈശോയും നേരിട്ട് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുമെന്നുള്ള തെളിവാണ് ഞാൻ ഇന്ന് 100% അതിന് സാക്ഷി നൽകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒത്തിരിയേറെ ആധ്യാത്മിക ജീവിതത്തിൽ വളരാൻ പറ്റി. ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോൾ ഒരു കൊന്തയൊക്കെ ചെല്ലും. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും പോരാ. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊന്ത ചെല്ലും. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കൊന്തയാണ്. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. എൻ്റെ അപ്പുറത്തൊരു സിസ്റ്റർ ഇരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ആ സിസ്റ്ററും കൊന്ത ചൊല്ലുന്നു. അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ വേറെ ആരും ക്രിസ്ത്യാനികളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് എന്ന വചനം എൻ്റെ മനസ്സിൽ അന്നേരം ഓർമ്മ വന്നു. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ദൈവത്തെ കൊടുക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും ഞാൻ അത് ചെയ്യും. ഞാൻ ഇവിടെ ഒക്ടോബർ 1-ാം തീയതിയാണ് ഞാനിവിടെ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നു. സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലെന്നായി. ഞങ്ങൾ അഡ്മിറ്റായി. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു, എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിക്കത്തില്ലേ? അപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി ഇന്നലെ വന്ന് ഞങ്ങളിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് എൻ്റെ റിന്യൂവലിൻ്റെ ദിവസമാണ്, 3 മാസം തികഞ്ഞ ദിവസമാണ്. അമ്മ വിചാരിച്ചു കാണും, നീ 1-ാം തീയതി എന്തിനാ വന്നേ, 15-ാം തീയതി റിന്യൂവൽ ചെയ്തിട്ട് നീ പോയാൽ മതി എന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് 1-ാം തീയതി സാക്ഷ്യം പറയാൻ പറ്റാതെ എനിക്ക് ഇന്ന് വരെയും വെയിറ്റ് ചെയ്ത് ഇന്നലെ ഡിസ്ചാർജായി. കറക്റ്റ് ഞങ്ങളാരും അവരോട് പറഞ്ഞതല്ല, ഇന്നലെ ഡിസ്ചാർജായി ഇന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത്. ഇതെൻ്റെ ജീവിതത്തിലെ എനിക്ക് വേറെ എന്ത് കാര്യങ്ങൾ നടന്നു കിട്ടിയാലും ഞാൻ സന്തോഷിക്കില്ല. ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് പരിശുദ്ധമ്മയുടെ അൾത്താരയിൽ വന്നൊരു സാക്ഷ്യം പറയാൻ. അമ്മ എനിക്ക് തന്ന ഈ സാക്ഷ്യങ്ങളെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ വിസിറ്റിങ്ങിന് പോകും. ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ ഓരോരുത്തരോടും ഞാൻ എന്തെങ്കിലും ഒരു 500 രൂപ കൊടുത്താൽ ഇല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ പോലും ഞാൻ അവരോട് പറയും, ഇത് ഞാൻ തന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അത് കർണാടകത്തിൽ ഒത്തിരി അവർക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ഇങ്ങനെ ഒത്തിരി ഹിന്ദുക്കൾ കൂടെയുള്ള സ്ഥലമാണ്. ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ആരും ആരും ഉണ്ടാകത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ 2 or 3 ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അവരോട് ഞാൻ പറയും, നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാവോ? ഇത് യേശുക്രിസ്തു തന്നതാണ് നിങ്ങൾക്ക്. ഡ്രസ്സില്ലാത്തവർക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നന്ദി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തരരുത്, യേശുക്രിസ്തുവിന് നന്ദി കൊടുക്കുക. യേശുക്രിസ്തുവാണ് നിങ്ങൾക്കിത് തന്നേ. ഞാൻ ആർക്ക് എന്ത് ചെയ്താലും ഞാനിങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഒരു നേരത്തെ ഭക്ഷണത്തിന്, കാരണം ഞങ്ങളുടെ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ റിച്ചായൊരു പ്രദേശം, ഈ പാവങ്ങൾ ഇടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മാതാവേ ആരെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഒത്തിരി പേര് അങ്ങനെ കാണാൻ പറ്റി. എനിക്ക് പറ്റുന്ന പോലെ മാസം അവർക്കുള്ള ഫുഡ് ഐറ്റംസ് വീട്ടിലെത്തിക്കാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അതുപോലെ ഗവൺമെൻറ് ആശുപത്രി സന്ദർശിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പത്രം, ഞാനിവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന പത്രം ഓരോ വീടുകളിലും പോയി എനിക്കുണ്ടായ അനുഭവം പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചിലരത് സ്വീകരിക്കാറില്ല. പത്രം കൊടുക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കളയരുത്, നിങ്ങൾക്ക് വേണ്ട തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ തരണം എന്ന് പറഞ്ഞ് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടേ തന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ, എൻ്റെ ഹസ്ബൻഡ് അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ ഞാനിവിടെ ഇടയ്ക്ക് ഇവിടെ വന്നു ജസ്റ്റ് പ്രാർത്ഥിക്കാനായിട്ട്. കുറച്ച് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റി. കുറേ പേര് മേടിച്ചിട്ട് തിരിച്ചു കൊണ്ടേ തന്നു. അവർക്കത് താല്പര്യമില്ല. പക്ഷേ ഒരിക്കലും കളയരുതെന്ന് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. എനിക്ക് ഇതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അനുഭവം പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കാറ്. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന, എനിക്ക് കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. 89-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ പേര് ജെസ്സി സോജൻ, കണ്ണൂർ ജില്ലയിൽ വായട്ടറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മയിൽ നിന്നും കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 12/9/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ചേച്ചിയും ചേട്ടനും പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായി സാധിച്ചു കിട്ടിയത്. ഞങ്ങൾ വേനലായി കഴിയുമ്പോൾ വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴൽക്കിണറടിക്കാമെന്ന് തീരുമാനിക്കുകയും കുഴൽക്കിണറിന് സ്ഥാനം കാണുകയും, സ്ഥാനം കണ്ടപ്പോൾ സ്ഥാനക്കാരൻ പറഞ്ഞു 260 മേളിലേക്ക് വെള്ളം നോക്കിയാൽ മതി, വെള്ളം സംശയമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അത് പറഞ്ഞെങ്കിലും വെള്ളം അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് കുഴൽക്കിണർ അടിക്കാൻ തുടങ്ങി. 80 അടിയിൽ വെള്ളം കണ്ടു. അപ്പോൾ
ഇത് അടിക്കാൻ വന്ന സമയം മുതൽ തിരി കത്തിച്ച് വെച്ച് ഞാനും അമ്മയും കൊന്ത ചെല്ലുകയായിരുന്നു. കൊന്ത ചെല്ലി 4ാമത്തെ കൊന്ത തീർന്നപ്പോഴേക്കും ആണ് ഈ 80 അടിയിൽ വെള്ളം കണ്ടു എന്ന് പറഞ്ഞ് ചേട്ടായി കയറി വരുന്നത്. അപ്പോൾ ആ വെള്ളം കണ്ടതല്ലേ ഉള്ളൂ, വെള്ളം നന്നായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ലതായിട്ട് ചീറ്റി വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവർ ചോദിച്ചു ഇനി അടിച്ചും കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അതടിച്ച് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 ആയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇനി അടിക്കണ്ടാന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞു വെള്ളം ഇനി ഒരിക്കലും പറ്റരുത്, അതിനു വേണ്ടി അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 130 അടി ആയപ്പോഴേക്കും നിലയ്ക്കാത്ത വെള്ളം കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇനി അടിക്കാൻ പറ്റത്തില്ല ചേട്ടാ, ഈ നാട്ടിലെ വെള്ളം മുഴുവൻ പറ്റിയാലും നിങ്ങളുടെ വെള്ളം പറ്റില്ല എന്ന്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് 25 വർഷമായി എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട്. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയത് 50 mgയുടെയാണ്. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും 50 പോയി, 75 പോയി, 100 പോയി, 150 വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ തൈറോയിഡിനൊരു മാറ്റവും ഇല്ലായിരുന്നു. കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചാടി എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗുളിക കഴിച്ചാലും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നിട്ട് ഒരിക്കൽ ഡോക്ടറെ എല്ലാ മാസവും പോയി മിക്കപ്പോഴും തന്നെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 14 mg വലിപ്പത്തിൽ ഒരു മുഴയുണ്ട്, ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ അത്രയും നല്ലതെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് മംഗലാപുരത്തൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം, ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുപോകാം, നമുക്ക് ഇന്ന ഡേറ്റിൽ 7 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടേ. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ റെഡിയായി നിങ്ങൾ വന്നേര് എന്ന് പറഞ്ഞാൽ വിട്ടേ. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1.5 മാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി പോയി നോക്കാമെന്നും പറഞ്ഞ് ചെന്നത്. അപ്പോൾ അന്നേരം അവർ ഗുളിക കണ്ടിന്യൂ ചെയ്യും, നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ 17 ദിവസത്തേക്കുള്ള ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 17 ദിവസം ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ ഗുളിക കഴിച്ചില്ല. ഞാൻ ഗുളിക നിർത്തി എന്നുള്ളത് മക്കളോടും പറഞ്ഞില്ല, എൻ്റെ ജീവിത പങ്കാളിയോടും ഞാൻ പറഞ്ഞിരുന്നില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ നിർത്തുക ചെയ്തേ. അപ്പോൾ ഗുളിക മേടിക്കണ കാര്യം പറയണേ. ഇപ്പോൾ ഇടയ്ക്ക് എന്നോട് ചേട്ടായി ചോദിച്ചു നീ ഗുളിക കഴിക്കണില്ലേ, മേടിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഗുളിക ഉണ്ട്, ഗുളിക മേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാൻ ഈ തൈലം തൊട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, ജീവിക്കുന്ന വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്ന ആ വചനം എപ്പോഴും ഞാൻ ഉരുവിടുമായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. അത് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഉടമ്പടിയിൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു, മാതാവേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തൊന്ന് വരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ച് ഒരാഴ്ച കഴിയണേക്ക് മുമ്പ് തന്നെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ തട്ടി ഉണർത്തുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അന്നേരം ഉറക്കത്തിലാണെന്നുള്ള ബോധം എനിക്കില്ലായിരുന്നു. ഞാൻ കൈ തട്ടി മാറ്റുമോ മാതാവാന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. മാതാവ് നീല അങ്കി ഞാൻ കാണുകയൊക്കെ ചെയ്തു, നീല നിറത്തിൽ ഞാൻ കാണുകയൊക്കെ ചെയ്തു. അപ്പം അന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സാക്ഷ്യത്തിൽ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പിന്നെ പറഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടിട്ടുമില്ല, അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു, എന്നോട് ചോദിച്ചു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നോർമലാണ്. 14 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു കടുകുമണി പോലെ ചെറിയൊരിതേ കാണുന്നുള്ളൂ, ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നതാ ചെയ്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് തമ്പുരാൻ എന്നെ ഒന്ന് തൊട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഡോക്ടറെ, മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ്, ഞാൻ നേർന്നതാണ്, സാക്ഷ്യം പറഞ്ഞോളാന്ന്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിപ്പോർട്ടൊന്ന് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റിപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്കിന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ഞാൻ അനുവദിച്ചത്. മാതാവിന് 1000 നന്ദി പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട,
അപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗുളിക കഴിച്ചിട്ട് 2 വർഷത്തോളമായി, ഞാൻ ഗുളിക തൊടുന്നില്ല, കഴിക്കുന്നുമില്ല ഡോക്ടറെ. ഗുളിക കഴിക്കാതെയാണോ ഇത് മാറിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ, ഇത് ഗുളിക കഴിക്കാതെ തന്നെയാണ് മാറിയത്. ഞാൻ തൈലം തൊടുന്നുണ്ട് എന്നല്ലാതെ ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഞാനിത് ഇപ്പോഴും ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല, ഇനി ഞാൻ കഴിക്കുന്നുമില്ല. കാരണം തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ദിവസവും ഞാൻ പ്രേക്ഷിത കുർബാന മുടക്കാറില്ല, കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത, എനിക്ക് നടുവിന് പ്രശ്നമുള്ളതാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മരുന്ന് അങ്ങനെ കഴിക്കേണ്ടി വന്നു. മറ്റേത് എന്നും ആസ്പത്രിയിലായിരുന്നു, എന്നും അതെ, ഒന്നുകൊന്നരാടെ ഞാൻ ആസ്പത്രി കയറി ഇറങ്ങണമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഗുളികയൊന്നും കഴിക്കുന്നില്ല. ദേവാലയത്തിൽ പോകാൻ വിശുദ്ധ കുർബാന ആത്മാർത്ഥമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് കുംസാരം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കുംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധസദനത്തിൽ പോയി മാതാപിതാക്കളോട് കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. തുണി കഴുകുക, റൂം അടിച്ചു വാരി തുടയ്ക്കുക, അവരെ കുളിപ്പിക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്, വൃദ്ധസദനത്തിൽ കൊടുക്കാറുണ്ട്. അല്ലാതെ ആസ്പത്രികളിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് ഭയങ്കര അലസതയായിരുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറച്ചിലല്ലാതെ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപം കൂടുതലാണ്. ഒന്ന് പറഞ്ഞ് 2-ാം വാക്കിനെ എടുത്ത് ചാടും. ഈ കാര്യമൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവരും പറയണം തൈറോയ്ഡുള്ളവർക്ക് ദേഷ്യം കൂടുതലാണ്. പക്ഷേ തൈറോയിഡിൻ്റെ ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഞാൻ ചോദിക്കുന്ന വഴിയൊന്നും ഞാൻ തമ്പുരാനോട് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അമ്മയുടെ വിശ്വാസം കണ്ടാണ് ഞാൻ വളർന്നതെങ്കിലും അമ്മയുടെ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും എന്നല്ലാതെ അങ്ങനെ ആത്മാർത്ഥതയോടുള്ളൊരു പ്രാർത്ഥനയൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഈ കൊന്തയൊക്കെ ചെല്ലണ സമയത്താണെങ്കിലും എപ്പോഴും ഉറക്കം തൂങ്ങിയേ ചെല്ലുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോപ്പനും കോടാ. എൻ്റെ പേര് മിനി റെജി. ഞാൻ കോലഞ്ചേരിയിൽ പാങ്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ഡേറ്റ് 2019 ജനുവരി 2-ാം തീയതി ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം എൻ്റെ ഉടമ്പടിയിൽ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയും പുതിയ കാശ് രൂപം തരില്ല, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആദ്യമേ 2019 തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സാധിച്ച് കിട്ടിയിട്ടുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ നിയോഗം എഴുതി കൊടുക്കും, കിട്ടിയ കാര്യങ്ങൾ എഴുതി കൊടുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കാര്യമേ ഉള്ളൂ, അത് പിന്നെ നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, മാതാവേ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിയോഗം സാധിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് മാതാവിൻ്റെ ഈ അൾത്താരയിൽ കയറി നിന്ന ഒരു നിയോഗം എനിക്ക് സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് എന്നെ നിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമവും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പല പ്രാവശ്യവും ഞാൻ ഇവിടെ വന്നിങ്ങനെ ഉടമ്പടി എടുത്ത് പോകുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല. ഞാൻ സൗദിയിലായിരുന്നു, ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അന്നേരം NRIയിലായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തിരുന്നത്. ഞാനിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു എപ്പോഴും വിഷമമായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി നിന്ന് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് ഉടമ്പടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരും ഇവിടെ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്നു, എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഞാൻ ചിന്തിച്ചു ഇല്ല, എന്നെ മാതാവ് അതിനെ ഒരുക്കിയിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയം ആകുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് എല്ലാം നടത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോഴും ഞാൻ ഒരു 2-3 മാസം മുമ്പ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് 90 ദിവസത്തിനുള്ളിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ ഒരുക്കണം. എനിക്ക് മാതാവിൻ്റെ എല്ലാവർക്കും മാതാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നുണ്ട്, എനിക്കും അപ്പോൾ ഒരു സാക്ഷിയായി തീരുവാൻ എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം, എനിക്കൊരു സാക്ഷ്യം പറയണം. ഇത്രയും വർഷമായി ഇനി എനിക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ
എൻ്റെ ഹാർട്ടിൽ എൻ്റെ രാവിലത്തെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് അതിനകത്ത് മാതാവിൻ്റെ ഒരു നല്ല ഒരു ഹാർട്ട് ആ തിരിയിൽ തെളിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയിലും മാതാവിൻ്റെ ഹാർട്ട് രൂപം ശരിക്കും നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു വന്നു. ഞാനത് ഈ മൊബൈലിനകത്ത് ഞാൻ പകർത്തിയിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എനിക്ക് മാതാവിൻ്റെ ഹാർട്ട് അതിനകത്ത് തിരിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ ഇതിനകത്തൊരു അവർക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ അവരെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്കതിൽ ഭയങ്കര വിശ്വാസമായി. അത് കണ്ടതിന് ശേഷം പിള്ളേരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് രാവിലെ 5:30 അവർ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടേ അവർ സ്കൂളിൽ പോവുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് 17-ാം തീയതി ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയി കഴിഞ്ഞ് ബ്ലീഡിങ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മാസം 7-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരിക്കലും ഞാൻ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ബ്ലീഡിങ് മാറ്റണ്ട. ഞാൻ ഉടമ്പടി പത്രത്തിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്ത മക്കൾക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാതെ തന്നെ മാതാവ് പലർക്കും ബ്ലീഡിങ് സ്റ്റോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുമല്ല, യേശുവമ്പുരാൻ നമുക്ക് രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവത്തെ നിർത്തിയ ദൈവം തമ്പുരാനാണ്, മാതാവാണ്. അപ്പം മാതാവ് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരുന്നെടുക്കില്ല. എന്നിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഫോഴ്സ് കാരണം കൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് 7-ാം തീയതിയാണ്, ഈ മാസം 7-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നിരുന്നാലും ഡോക്ടർ തരുന്ന മരുന്ന് ഞാൻ കഴിക്കില്ല. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം ഡോക്ടറെ കാണാൻ പോയതിന് ശേഷം ഇതുവരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഡോക്ടർ എനിക്ക് ഒരു ഗുളിക തന്നു. ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ അടുത്ത ഒരു ഗുളിക കഴിക്കണം. ആ ഗുളികയും കഴിച്ചിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ആ ഗുളിക കഴിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു പരിശോധനയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവാണ് എൻ്റെ കൂടെയുള്ളത്. ഈ ഉടമ്പടി ഞാൻ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു മരുന്ന് കഴിച്ച് എൻ്റെ ബ്ലീഡിങ് നിൽക്കണ്ട, അത് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ലാബിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ മരുന്ന് എടുത്തില്ലേ, കഴിക്കണ്ടേ? ഡോക്ടർ മരുന്ന് അന്യായം വില കൊടുത്ത് പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു, നിനക്ക് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി മരുന്ന്. പക്ഷേ അത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാൻ ആ മരുന്നെടുക്കാൻ മറക്കുക എന്നുള്ളത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. അന്ന് വൈകുന്നേരം പറഞ്ഞു, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്നാൽ ഇന്ന് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കിടക്കാൻ നേരത്ത് വീണ്ടും മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ പോകാൻ നേരത്ത് ഹസ്ബൻഡ് ചോദിച്ചു, ഇന്നും മരുന്നെടുത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ മറന്നുപോയി. അപ്പോഴും ഞാൻ ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ബ്ലീഡിങ്ങൊക്കെ 2 ദിവസം മുമ്പേ നിന്നു, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല, വയറുവേദനയില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് ഒരു ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് മാതാവിൻ്റെ തൈലം മാത്രം മതി. ഞാനപ്പോൾ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം തൊട്ട് യൂട്രത്ത് വയറിൻ്റെ അടിവയറിൽ കുരിശിട്ട് വരയ്ക്കും. അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഏത് രോഗമാണെങ്കിലും നമ്മൾ അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി നമ്മൾ തൈലം കുരിശ് വരച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നമ്മളത് ചെയ്താൽ അവിടെ അമ്മ മാതാവ് പ്രവർത്തിക്കും. എൻ്റെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി പോയാലും കിട്ടുന്ന അവസരങ്ങളിൽ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു യാക്കോബായക്കാരിയാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എനിക്ക് അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഞാൻ ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കും. കാരണം അച്ഛനും ഇവിടെ ജോമോൾ സിസ്റ്റർ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ എഴുതിയെടുത്ത് എൻ്റെ ഡ്യൂട്ടിയിലിരുന്ന് ഞാൻ ഡ്യൂട്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മൊബൈൽ മറച്ച് വെച്ചിരുന്നാണെങ്കിലും ഞാൻ ആ ഫുൾ ധ്യാനം അച്ഛൻ്റെ കൂടാൻ ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും. അവിടെ വെച്ച് ഞാൻ കൂടും. ഇല്ല എങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അരമണിക്കൂർ എനിക്ക് അതിന് കുറഞ്ഞു പോയാൽ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഞാനത് കേട്ട് അന്ന് തന്നെ തീർക്കും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മാതാവിൻ്റെ ഉടമ്പടിയിൽ പിന്തുടർന്ന് പോകുന്ന വ്യക്തി. എനിക്ക് അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പായി. മാതാവിൻ്റെ ഹാർട്ട് രൂപം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ. ഓരോ കൊച്ചുങ്ങൾക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് തൈലം തൊട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിട്ട് വെഞ്ചി വെള്ളം കൊടുക്കും. ഞങ്ങൾ എല്ലാവരും കഴിക്കും. രാത്രി ഞാൻ എല്ലാവർക്കും, അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്കും
ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാവർക്കും ഞാൻ തൈലം തൊട്ട്, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് കൊടുക്കും. അതെല്ലാവർക്കും ഭയങ്കര വിശ്വാസം. ഒരു തുള്ളി തേനും ഞാൻ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ഉപ്പിട്ട് വെള്ളം ഞാൻ കൊടുക്കും, തേൻ കൊടുക്കും. അങ്ങനെയെല്ലാം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് പാലിച്ച് വൃത്തിയോടുകൂടി ഞാൻ ഉടമ്പടിയിൽ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് മാതാവിൻ്റെ ഒരു രോഗം മാറ്റാൻ ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്ര എനിക്ക് 3 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഇതുകൂടാതെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നിയോഗങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതി അച്ഛൻ എനിക്ക് പേപ്പറിനകത്ത് സൈനിട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, മാതാവേ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും, അച്ഛാ എനിക്കും, ഞാൻ അച്ഛനോട് മനസ്സുകൊണ്ട് പറയും, എന്നെയും ഒന്ന് ഒരുക്കണമേ, മാതാവിനോട് പ്രാർത്ഥിക്കണം അച്ഛാ, എനിക്കും മാതാവിൻ്റെ അൾത്താരയിൽ കയറി ഒരു സാക്ഷിയാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഈ അൾത്താരയിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് കഴിയണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എത്രയും നേരെല്ലാം കാര്യങ്ങളും വൃത്തിയായി ചെയ്തു പോന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ മാസത്തിൽ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ, എൻ്റെ അടുത്ത് വരുന്നവർ, ഞാൻ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെ വെച്ച് എൻ്റെ നേരെ കൈ നീട്ടിയാലും ഒരു മനുഷ്യനെ ഞാൻ വെറുതെ വിടൂല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുത്തിട്ട് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ക്യാൻസർ രോഗികൾ പലരും വന്നിട്ടുണ്ട്. അവർക്ക് തേനായിട്ടും ഉപ്പായിട്ടും മാതാവിൻ്റെ കാശ് രൂപമായിട്ടും മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടാണെങ്കിലും ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. പലരും ഞാൻ കൊടുത്ത ഉപ്പൊക്കെ കഴിച്ചിട്ട് അവർക്ക് അസുഖം മാറിയിട്ട് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ക്യാൻസർ രോഗികൾ. അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് അവർക്ക് ഞാൻ പത്രമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പലരും അതിന് നെഗറ്റീവ് പറയും, പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. പലരും ചോദിക്കും, മാതാവിൻ്റെ പത്രമല്ല, ഞങ്ങൾക്ക് യേശുവിൻ്റെ പത്രമുണ്ടോ, ദൈവത്തിൻ്റെ പത്രം ഉണ്ടെങ്കിൽ താന്ന് പറയും. അങ്ങനെ അവർ പറയുന്നതിലൊന്നും നമ്മൾ അത് ഗവനിക്കാറില്ല. നിങ്ങൾക്ക് പത്രം വായിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക, ആരും പറയുന്നില്ല മേടിച്ചെടുക്കണമെന്ന്. ഇതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാം. നീട്ടിയ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു ഭരിക്കേണ്ട, നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഓരോ നല്ല രീതിയിൽ എന്നെ പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ മാക്സിമം മാതാവിന് വേണ്ട ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വളർന്നു വരുവാൻ ഞാൻ മുമ്പിലേക്കും എൻ്റെ മക്കൾക്കും നല്ല രീതിയിൽ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ സാക്ഷ്യമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയും ഞാൻ മാതാവിൻ്റെ ഒരു സാക്ഷിയായി തന്നെ മുമ്പിലേക്ക് പോകും. ഇനിയും എനിക്ക് കൂടുതൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഇത്രയേറെ നന്മകൾ എനിക്ക് ഇത്രയെല്ലാം നിയോഗങ്ങൾ സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഓക്കെ, കോടി നന്ദി പറയുന്നു. ഞാൻ വരുന്നത് എറണാകുളം എടപ്പള്ളിയിൽ നിന്ന്. ഞാൻ ഉടമ്പടി എടുത്തത് 14/5/2022 ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മ 2019 ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഞങ്ങളോട് എപ്പോഴും പറയും, നിങ്ങൾ കൃപാസനത്തിലേക്ക് പോകണം, അമ്മയെ കാണണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ വീട്ടിൽ ചെന്നപ്പോൾ, എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞങ്ങൾ തൃശ്ശൂർ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ ചേച്ചി ബാംഗ്ലൂരാണ്. ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും മക്കളും കൂടി അവിടെ നിന്ന് വണ്ടി വിളിച്ച് കൃപാസനത്തിലെത്തി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകന് നല്ല പനിയായിരുന്നു. ഇവന് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ് വരുന്നത് കൊണ്ട് ഉടമ്പടി എടുക്കണോ വേണ്ടേ എന്ന് രണ്ട് മനസ്സിലാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷേ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാനായി മുകളിലേക്ക് ചെന്നു. മകനെ പനി കാരണം വളരെയധികം കരച്ചിലും ബഹളവുമായതിനാൽ അവർ എനിക്ക് വേഗം കൗൺസിലിംഗ് ചെറുതായി ചെയ്ത് എന്നെ താഴത്തെ 6ാമത്തെ കൗണ്ടറിലേക്ക് വേഗം പോക്കുമെന്ന് പറഞ്ഞു. ഞാൻ 6ാമത്തെ കൗണ്ടറിൽ ഇവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി പത്രികയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു ഫോം മാത്രമാണ് എൻ്റെ ഓർമ്മ. അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ അമ്മയോട് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ആ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോം മേടിച്ച് ഉടമ്പടി പത്രിക മേടിച്ച് അവിടെ വയ്ക്കുകയും ആ നിമിഷം അപ്പുറത്തേക്ക് വേറെ ചേച്ചി വിളിച്ചിട്ട് പോകുകയും ഇടയായി. എൻ്റെ മകന് പനി കാരണം എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ മകനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ സമയത്ത് ആ സ്ഥലത്ത് വേറൊരു ചേട്ടൻ വരികയും എൻ്റെ ഈ ഉടമ്പടി പത്രിക
ചുരുട്ടി ബാസ്ക്കറ്റിലിടുകയും ചെയ്തു. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് ഫോം തരാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പെട്ടെന്ന് ഓർമ്മ വന്നു. ആ ചേട്ടൻ ആകെ വിഷമായി. ആ ബാസ്ക്കറ്റിൽ നിന്ന് വേഗം എൻ്റെ ഉടമ്പടി പത്രിക, ചുരുട്ടിയ പത്രം എനിക്ക് തരുകയും ആ പത്രം ഞാൻ നോക്കിയപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു കീറലോ ഒരു ചുളിവോ പോലും ഇല്ലാതെ എൻ്റെ കൈകളിൽ അത് കിട്ടുകയും ചെയ്തു. അന്ന് ആ പത്രം കീറിയിരുന്നെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാതെ മടങ്ങി പോകുമായിരുന്നു. അവിടെ ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മകനെ പനിയോട് പനി, തീ പൊള്ളുന്നത് പോലെ പനി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അന്നത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. 3 ദിവസം അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 3-ാം ദിവസം ഡിസ്ചാർജായി ഞങ്ങൾ തിരിച്ച് എടപ്പള്ളിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ ഉടമ്പടി പത്രം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ ഞാൻ മറന്നു. അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത്. അതിന് മുൻപേ എനിക്ക് ദുരിതങ്ങൾ വന്നു തരാൻ തുടങ്ങി. ദുരിതങ്ങളുടെ മേൽ ദുരിതങ്ങളായി. എൻ്റെ മോനെ വയ്യാതാവുകയും ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകൾക്ക് വലിയൊരു രോഗം വരികയും ചെയ്തു. സ്കിൻ അലർജി മൂലം വളരെയധികം വിഷമിക്കാനിടയായി. ഭയങ്കര ചൊറിച്ചിലും മേത്ത് നിറച്ച് തരിതര പൊന്തുകയും ചെയ്തു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ 3-4 ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൾക്കൊരു ലൈക്കം പ്ലാന്റിസം എന്ന രോഗമാണ് അവർ പറഞ്ഞത്. അവിടെ ചെന്ന് മരുന്ന് തരികയും ആ മരുന്ന് കഴിക്കുമ്പോൾ അവൾക്ക് തലവേദന വരികയും ആ മെഡിസിൻ കഴിക്കാതെ സ്കൂളിൽ പോകാൻ പറ്റണില്ല. ഭയങ്കര ചൊറിച്ചിൽ. സ്കൂളിൽ പോകുമ്പോൾ സോക്സ് ഇടുന്നത് കൊണ്ട് സോക്സ് ഇടുമ്പോൾ ഈ കാല് ചൊറിഞ്ഞു പൊട്ടുകയും വീട്ടിൽ വരുമ്പോൾ ആ ചൊറിച്ചിൽ മൂലം വളരെയധികം വിഷമിക്കുകയും കുളിക്കാനൊക്കെ ഞാൻ എടുത്തിട്ടാണ് അവളെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ നേർച്ച വസ്തുക്കൾ ഞാൻ അന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും അവൾക്ക് ചൊറിച്ചിൽ പിന്നെയും തുടങ്ങാൻ തുടങ്ങി. പിന്നെ ഞാനൊരു പേരിനെന്ന പോലെയാണ് ഉപ്പും തൈലൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ മുകളിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ നല്ല തിരക്കായിരുന്നു ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നല്ല തിരക്ക് മൂലം താഴത്താണ് ഇരുന്നത്. അവിടെ ഇരുന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം ഇരുന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് ആരോ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ ഒരു മകൻ അവിടെ നിന്ന് വരുന്നത് കണ്ടു. അപ്പോൾ മാതാവിൻ്റെ ഉള്ളിലിരുന്നിട്ട് പറയാണ്, ആ മകനോട് നിൻ്റെ വിഷമം പറയുന്നുണ്ട്. ആ മകനെ ഞാൻ പിടിച്ചു നിർത്തി എൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, അച്ഛനെ കാണണം ചേച്ചി, അച്ഛൻ സൈത്ത് പൂശിയ മാതാവ് ഇടപെടും, അച്ഛനിലൂടെ അമ്മ മാതാവ് ചേച്ചിയുടെ മോളുടെ അസുഖം മാറ്റി തരും എന്ന് പറഞ്ഞു. ഞാൻ ആ മകൻ്റെ അടുത്ത് നിന്ന് കരച്ചിലായിരുന്നു. അങ്ങനെ ആ മകൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി തൈലം എൻ്റെ മകളുടെ കാലിന്മേൽ പൂശുകയും ചെയ്തു. അങ്ങനെ ആ വിശ്വാസത്തിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അച്ഛനെ കാണുമ്പോൾ അച്ഛൻ എൻ്റെ മോളെ എടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ട് ചെന്ന് സൈത്ത് പൂശുകയും ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ മകളുടെ കാലുമത്തെ ചൊറിച്ചിലും വിണ്ട് കീറുന്നൊരവസ്ഥയായിരുന്നു അവളുടെ കാലുമ്മ. അത് പരിപൂർണമായി ആ പൊറ്റ പൊളിഞ്ഞു പോന്ന് പുതിയൊരു തൊലി വരികയും ചെയ്തു. എൻ്റെ മകൾക്ക് രോഗസൗഖ്യം നൽകിയ അമ്മ മാതാവിന് നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി വേദനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇടത്തെ കാലിൻ്റെ ഉപ്പിറ്റി വളരെയധികം വേദനയാൽ വിഷമിക്കുകയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് അരമണിക്കൂർ കഴിയണം എനിക്ക് എഴുന്നേറ്റ് വരാനായിട്ട്. അത്രയും ശക്തമായ വേദനയിൽ ഞാൻ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പള്ളിയിൽ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം ഞാൻ പോയിരുന്നുള്ളൂ. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, നീ ഞാൻ ഈശോയെ സ്വീകരിക്കണം എന്നുള്ളൊരു എനിക്ക് വരാൻ തുടങ്ങി. അന്ന് 2024 പുതുവർഷത്തിൽ 1-ാം തീയതി തന്നെ ഞാൻ പള്ളിയിൽ പോകുകയും പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ കൂടുന്നുണ്ടെങ്കിലും ഞാൻ ഏതോ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈശോയെ സ്നേഹിക്കണോ പ്രാർത്ഥിക്കണോ ഒന്നും എനിക്കറിയുന്നില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ ഈശോയെ സ്വീകരിച്ച് 2-3 ദിവസം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു വൈബ്രേഷൻ അനുഭവപ്പെടാൻ തുടങ്ങി. ഈശോ ഒരു തേങ്ങണ പോലെ എൻ്റെ ഉള്ളിൽ നിറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനിതെന്താ എനിക്കിങ്ങനെ സംഭവിക്കണേ? ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാരോട് പറയും, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ
കുമ്പസാരക്കുട്ടിയിൽ അച്ഛൻ പറഞ്ഞു അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു, കുമ്പസാരത്തിലുള്ള അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് അച്ഛൻ ഇങ്ങനെ പറയണത്? അപ്പോൾ എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു, നീ എന്തിന് മറ്റുള്ളവരോട് ചോദിക്കണം, നീ എൻ്റെ വചനമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മനസ്താപകരണം ചൊല്ലി ഞാൻ വചനമെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ എന്നോട് സംസാരിക്കുന്ന വചനം എനിക്ക് കിട്ടി. സങ്കീർത്തനങ്ങൾ 50 കൃതജ്ഞതയായിരിക്കട്ടെ നിൻ്റെ യഥാർത്ഥ ബലി. ഈശോ എന്നോട് സംസാരിക്കുന്നു, ഈശോ വരുന്നു എന്നുള്ള വചനങ്ങൾ ആ തിരുവചനത്തിലൂടെ എനിക്ക് വായിക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോ എന്നോട് സംസാരിക്കുന്ന എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്നുവരെ ഒരു വിശുദ്ധ ബലിയിലും ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ഈശോയെ സ്നേഹപൂർവ്വം സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള വലിയൊരു അനുഗ്രഹം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലെ ഈശോ എനിക്ക് തന്നു. മൂന്നാമതായിട്ട് എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ മകന് ഇപ്പോൾ 6 വയസ്സായി. 2023 അവന് പല്ല് ചെറുപ്പത്തിൽ വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ അവന് പല്ലില്ലായിരുന്നു, താഴത്തു മാത്രം അവന് പല്ലുള്ളൂ. അവന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് നേരം വേണം. അവന് ഫ്രണ്ടിലെ പല്ല് ഒന്ന് ചവയ്ക്കാൻ പോലും പറ്റാണ്ട് വളരെ വിഷമത്തിലായിരുന്നു. അന്നൊന്നും ഞങ്ങളത് മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഫ്രണ്ടിൽ പല്ല് ആവശ്യമാണല്ലോ, എൻ്റെ മോൻ ചിരിക്കുമ്പോൾ എൻ്റെ മകന് ഫ്രണ്ടിൽ പല്ലില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛനൊക്കെ 9ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ, ഇപ്പം എൻ്റെ 9ാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ നിൽക്കുന്നത്. 9ാമത്തെ ഉടമ്പടി ഞാൻ നിൽക്കാൻ വന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ മകൻ്റെ കവളിലും അവനെ പല്ല് വരാത്ത ഭാഗങ്ങളിലും സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, അമ്മേ എൻ്റെ പല്ല് പറഞ്ഞു, എൻ്റെ കയ്യിലെടുത്ത് കാണിച്ചു തന്നു. കുറ്റിയായിരുന്ന പല്ല്, അവൻ്റെ 2 പല്ലും എൻ്റെ കൈകളിലേക്ക് അവ എടുത്തു കൊണ്ടുവന്നു. അങ്ങനെ ആ പല്ല്, കുറ്റിയായിരുന്ന പല്ലുകാർ പറഞ്ഞു പോകത്തുകൊണ്ട് അവന് പുതിയ പല്ല് വരുന്നില്ലായിരുന്നു. 2ാമത്തെ ദിവസം ആ പല്ലും കൊണ്ടുവരികയും 3ാമത്തെ ദിവസം അവന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ പുതിയ പല്ല് ഫ്രണ്ടിൽ വരികയും ചെയ്തു. അതിന് അമ്മയോട് തീരാത്ത നന്ദി പറയുന്നു. 4ാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിരമായിട്ടൊരു ജോലി എന്ന് പറയാനായിട്ട്, ജോലി ഇലക്ട്രീഷ്യനാണ് ആൾക്ക്. അപ്പോൾ ഫ്രീലാൻസൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. വളരെയധികം വിഷമത്തിലായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ എപ്പോഴും പറയും, നിൻ്റെ ജോലി എന്തിങ്ങനത്തെ, നല്ലൊരു ജോലി ഇല്ല നിനക്ക്, അങ്ങനെ ഒരു അധിക്ഷേപം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ 2ാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു അമ്മയുടെ അടുത്ത്, അമ്മേ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ഗവൺമെൻറ് ജോലി കൊടുക്കണമെന്ന്. അത് എനിക്ക് പറയാനായിട്ട് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വെക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. 2ഉം കഴിഞ്ഞു, 3ഉം കഴിഞ്ഞു. 9ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ തിരുനടയിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഗവൺമെൻറ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയും 30ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇത് അപ്പോയിൻമെൻ്റ് ഓർഡറാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ. തിങ്കളാഴ്ച മുതൽ എൻ്റെ ജീവിത പങ്കാളി അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനെ അമ്മ മാതാവിനെ തിരുക്കുമാരന് നന്ദി പറയുന്നു. നല്ല 5ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിരുന്നു. എനിക്ക് എന്നെ ജോലിക്ക് വിടാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല. കാരണം മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. ഹസ്ബൻഡിന് അമ്മ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണ പോലെ ആയിരിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ജീവിത പങ്കാളിക്ക്. അപ്പം ഞാൻ പോയാൽ മതി, നീ ഒന്നിനും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി എന്നുള്ളൊരു ഭാവമായിരുന്നു ചേട്ടന്. എനിക്ക് അന്ന് മുതൽ ഞാൻ വിഷമിക്കുമായിരുന്നു. ദൈവമേ, എനിക്ക് എന്തെങ്കിലും ജോലി വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്ക് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഒരു മെസ്സ് പോലെ തുടങ്ങി. ഹോസ്റ്റലിലത്തെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ തുടങ്ങുകയാണ്. 4 പേർക്ക് അമ്മോട് ഞാൻ ചോദിച്ചത്, അമ്മ ഒരു 5 പേരുണ്ടെങ്കിൽ എനിക്ക് തരണം, എനിക്ക് ഫുഡ് കൊടുക്കാനായിട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 20 പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അമ്മേനെ എനിക്ക് ലഭിച്ചു. ആ ഭക്ഷണം കൊണ്ട് എനിക്ക് ഇപ്പം ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഭക്ഷണം ആക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വരികയില്ല. കാരണം ഒന്നും പറയാനായിട്ട് എൻ്റെ അമ്മയുടെ വായ ഈശോയെ അടച്ചു. കാരണം ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനമ്മയോടും ഈശോയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്
ആദ്യമൊക്കെ പത്രം കൊടുക്കാനായിട്ട് എനിക്ക് മടിയായിരുന്നു. കാരണം ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ പത്രം എൻ്റെ അമ്മയാണ് കൊടുത്തത്. പിന്നെ ഞാൻ അപ്പം അമ്മ പറയും പത്രം കൊടുത്തോളോ, പത്രം കൊടുക്കാതിരിക്കുമോ എന്ന് പറയും. അങ്ങനെ പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു ചെറിയ മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് പത്രം കൊടുക്കാൻ ഒരു ചമ്മൽ വരുന്നുണ്ട്, ആ ചമ്മലിൽ നിന്ന് എന്നെ മാറ്റണമേ. അപ്പോൾ ഞാൻ പത്രം എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇത് ഞാൻ പത്രപ്രേഷണം ചെയ്യാൻ പോവുകയാണ്. ഇത് വായിക്കുന്നവർ അമ്മയുടെ അവരുടെ സങ്കടകാലത്ത് അമ്മയെ അറിയുവാനും ഈശോയെ അറിയുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. അതിലൂടെ എന്നെ ഈശോയുടെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പത്രം വായിക്കുന്നവരെ അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അമ്മയെ അറിയുവാനും അമ്മയെ സ്നേഹിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ അപ്പോൾ ഓരോ പള്ളികളിൽ പത്രങ്ങൾ ഓരോ മക്കളും ഓരോ കെട്ടുകിടക്കാനാണ് പത്രങ്ങൾ കൊണ്ടുവച്ച് പോകുന്നത്. അപ്പോൾ ഞാൻ ആ പത്രങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊക്കെ പത്രങ്ങൾ വെച്ചാലും ഞാനത് എടുക്കുന്ന അമ്മയോട് അവിടെ ഇരുന്നിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഓരോരോ വ്യക്തികളായിട്ട് അവിടെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഞാൻ ഓരോ മക്കളെ കൈകളിലേക്ക് കൊടുക്കുകയും കൂടുതലായിട്ട് ഞാൻ ഹോസ്റ്റലുകളിലാണ് കയറി കൊടുക്കുന്നത്. കാരണം ഇവിടുത്തെ യുവതലമുറ ഇപ്പോൾ ഈശോയും അമ്മയും തിരിച്ചറിയണം. അവരാണ് അറിയേണ്ടത്. അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ മാറി മറിയും. കാരണം ഇപ്പോൾ ഒരുപാട് ഹോസ്റ്റലുകളിൽ ഓരോ മക്കളും ഈശോയെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഇടവരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓരോ ഹോസ്റ്റലുകളിൽ ഞാൻ ചെന്ന് ഓരോ മക്കൾക്ക് കുറേയൊക്കെ പിള്ളേർ വേണ്ട ചേച്ചി ഇതെന്തിനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞാൻ അതിനൊന്നും മുതിരാതെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ അവരോട് പറഞ്ഞ് ഈശോയെ അമ്മയെ നീ അറിയണമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുകയും അവരത് സന്തോഷപൂർവ്വം ചിലരൊക്കെ നിരസ്കരിക്കും, എന്നാലും അവരത് വായിച്ച് അവർ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് 2024 മുതൽ ഞാൻ ഈശോയെ അറിയാനും സ്നേഹിക്കാനും തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. വിശുദ്ധ കുർബാന മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. അന്നത്തെ ദിവസം തന്നെ വളരെയധികം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങൾ ഞാൻ എഴുതി പ്രാർത്ഥിക്കുകയും ആ വചനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അച്ഛനെവിടെ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആ പ്രാർത്ഥനകളൊക്കെ ഡയറിയിൽ എഴുതി വെച്ച് ആ പ്രാർത്ഥനയും ആ 5:30 പ്രാർത്ഥനയോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ മരിയൻ ഉടമ്പടി ധ്യാനം നമ്മൾ കൂടിയില്ലെങ്കിൽ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. കാരണം അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലുമുണ്ട് ഉടമ്പടിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. എൻ്റെ വീട്ടിൽ എനിക്കൊരു ചെറിയ ടി വി ആയിരുന്നു, ഒരു 18 ഇഞ്ചിൻ്റെ ടി വി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 12 വർഷമായി, 9 വർഷമായിട്ട് ഒരു 18 ഇഞ്ചിൻ്റെ ടി വി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് കൂടാനായിട്ടുള്ളൊരു ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ എനിക്ക് നല്ല വലുതായിട്ട് എൻ്റെ അമ്മേനെ കണ്ട് എനിക്ക് ധ്യാനം കൂടണമെന്ന്. അപ്പോൾ എനിക്കത് സാധിക്കുമോ? അപ്പോൾ ഞങ്ങളുടെ ടി വി ആണെങ്കിൽ 18 ഇഞ്ചിൻ്റെ ടി വി ആയതുകൊണ്ട് അതധികം ക്ലിയർ അല്ല, കുറച്ച് കൊല്ലമായല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബട്ടണൊക്കെ ഒന്ന് പിടിച്ച് അമർത്തണം, അതൊന്ന് ഓൺ ചെയ്യാനായിട്ട്. എനിക്ക് ആഴ്ചയിൽ തിങ്കളും ചൊവ്വയും മാത്രം മതി, വേറൊരു ദിവസങ്ങളും വേണ്ട എന്നുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ. കാരണം തിങ്കളാഴ്ചയിൽ അച്ഛൻ്റെ 7:30 സാന്ത്വന അഭിഷേകാഗ്നി, 5 ചൊവ്വാഴ്ചകളിലെ 11:30 മരിയൻ ഉടമ്പടി ധ്യാനം, അത് കണ്ട് മാത്രം മതി. ആഴ്ചയിൽ വേറൊരു ദിവസം ഉണ്ടാവരുതെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അത് കാണാനും കേൾക്കാനുമുള്ള ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ടി വി ഈ ഓൺ ചെയ്യുന്ന സമയം കൊണ്ട് ധ്യാനം പകുതിയാവും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ ഇത് കുത്തി എൻ്റെ കൈ വേദന എടുത്ത് തുടങ്ങി, അമ്മ ഇതിലൊരു തീരുമാനം എനിക്ക് കാണിച്ചു തരണേട്ടോ അമ്മേ, എനിക്ക് വയ്യ ഇത് കുത്താനായിട്ട്. കുത്തുമ്പോൾ ഈ ധ്യാനം മുഴുവൻ പകുതിയാവും എന്ന് പറയും. മൊബൈൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം മൊബൈൽ കണ്ടു കഴിയുമ്പോൾ പിള്ളേരുണ്ടാവില്ല, സ്കൂളിൽ പോവും, ഉണ്ടെങ്കിൽ തന്നെ തട്ടിപ്പറിക്കാൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ന്യൂസുകൾ ഓരോ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് എനിക്കത് കാണാൻ ഇഷ്ടമില്ല ഇപ്പോൾ മൊബൈലിൽ. അങ്ങനെ അന്ന് വൈകുന്നേരം ടി വി മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ അന്ന് വൈകുന്നേരം 42 ഇഞ്ചിൻ്റെ ടി വി കൊണ്ടാണ് ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിന് ഈശോയും ഇവിടെ
ഈ ധ്യാനം കൂടുന്ന സ്ഥലത്തിരുന്ന് ഈ കൃപാസനത്തിലിരുന്നു കൊണ്ട് തന്നെ നിന്ന് കാണുന്നത് പോലെയാണ് എനിക്ക് ആ ടി വിയിൽ കാണാൻ സാധിക്കുന്നത്. അമ്മയെ കെട്ടിപ്പിടിച്ച് ടി വിയോട് ചേർന്ന് ഞാൻ ആരാധന കൂടുന്നത്. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ആ ഈശോയെയും അമ്മയെയും കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ടി വിയുടെ അടുത്ത് നിന്ന് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന കൈകൾ വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറി നിന്നിട്ടാണ് ഞാൻ ആ ധ്യാനം കൂടുന്നത്. ദിവ്യകാരുണ്യം കാണിക്കുമ്പോൾ അങ്ങോട്ട് മാറുകയും അച്ഛൻ കൈ സ്പർശിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ധ്യാനം കൂടുന്നത്. അങ്ങനെ ഒരു വലിയൊരു സന്തോഷം എനിക്ക് എൻ്റെ അമ്മ തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ എൻ്റെ ഭവനത്തിലെ പുതിയ ഉപകരണങ്ങൾ വരെ പുതിയതാവാൻ തുടങ്ങി. ഫ്രിഡ്ജായാലും ടി വി ആയാലും വാഷിംഗ് മെഷീനായാലും അങ്ങനെ പുതിയ സാധനങ്ങൾ അമ്മ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എത്ര നന്ദി പറഞ്ഞാൽ അമ്മയോട് തീരില്ല. അമ്മയെ മുറുക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളോട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. നിത്യത വരെ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയെ എത്ര സ്നേഹിച്ചാലും മതി വരില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.